നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ച പ്രസംഗകരിൽ ഒരാളും ക്ലീൻ ഇമേജ് സൂക്ഷിക്കാൻ എപ്പോഴും താൽപ്പര്യപ്പെടുകയും ചെയ്യുന്ന നേതാവാണ് കെ.ബി. ഗണേഷ് കുമാർ. നിയമസഭയിലായാലും പൊതുവേദിയിലായാലും അഴിമതിക്കെതിരെയും ചട്ടലംഘനങ്ങൾക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന അദ്ദേഹം പലപ്പോഴും സാധാരണക്കാരന്റെ പക്ഷം ചേർന്ന് ഉദ്യോഗസ്ഥരെ ശകാരിക്കാറുണ്ട്. ഗതാഗത മന്ത്രിയായിരുന്ന കാലത്ത് നിയമങ്ങൾ കർശനമാക്കുന്നതിനും റോഡ് സുരക്ഷാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനും അദ്ദേഹം കാണിച്ച ആവേശം ഏറെ പ്രശംസിക്കപ്പെട്ടതാണ്. എന്നാൽ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് ഘോരഘോരം പ്രസംഗിച്ച അതേ നേതാവ് തന്നെ ഇപ്പോൾ ഗുരുതരമായ നിയമലംഘനങ്ങളുടെ നിഴലിൽ നിൽക്കുന്നത് വലിയൊരു വൈരുദ്ധ്യമാണ്. താൻ തന്നെ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും താൻ തന്നെ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും തൻ്റെ കാര്യത്തിൽ ബാധകമല്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹം ഉയർത്തുന്നത്. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ വാഹനം ഓടിക്കുന്നതിനിടയിൽ വെള്ളം കുടിച്ചതിന് KSRTC ഡ്രൈവറെ പരസ്യമായി ശാസിച്ച സംഭവം വലിയ വാർത്തയായിരുന്നു. റോഡിലെ അച്ചടക്കത്തെക്കുറിച്ചും ലൈസൻസ് നടപടികളിലെ സുതാര്യതയെക്കുറിച്ചും അദ്ദേഹം എപ്പോഴും വാചാലനാകാറുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കടുപ്പമേറിയതാക്കിയതും പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതും ഗതാഗത നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചതും അദ്ദേഹത്തിന്റെ കാലത്താണ്. എന്നാൽ ഈ പ്രഖ്യാപനങ്ങളെല്ലാം വെറും വാക്കുകൾ മാത്രമായിരുന്നുവോ എന്ന് സംശയിക്കേണ്ട രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗണേഷ് കുമാറിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹം 18 വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കൈക്കലാക്കി എന്നതാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത്. നിയമപരമായി ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കണമെങ്കിൽ 18 വയസ്സ് പൂർത്തിയാകണമെന്നിരിക്കെ അതിനു മുൻപേ ലൈസൻസ് സംഘടിപ്പിച്ചത് ചട്ടലംഘനവും നിയമവിരുദ്ധവുമാണ്. ഈ പഴയ ക്രമക്കേട് ഇപ്പോൾ പരിശോധിക്കപ്പെടുകയും ലൈസൻസ് റദ്ദാക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട നിയമലംഘനം ലൈസൻസിൽ തന്റെ പേരിനൊപ്പം MLA എന്ന് കൂട്ടിച്ചേർത്തതാണ്. 2019 സാരഥി സോഫ്റ്റ്വെയർ നിലവിൽ വരുന്നതിന് തൊട്ടു മുൻപാണ് കെ.ബി. ഗണേഷ് കുമാർ MLA എന്ന രീതിയിൽ ലൈസൻസിൽ തിരുത്തൽ വരുത്തിയത്. ഡ്രൈവിംഗ് ലൈസൻസ് എന്നത് ഒരു വ്യക്തിയുടെ തിരിച്ചറിയൽ രേഖയാണ്, അല്ലാതെ ഔദ്യോഗിക പദവികൾ രേഖപ്പെടുത്താനുള്ള ഒന്നല്ല. ചീഫ് സെക്രട്ടറിയോ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരോ പോലും അവരുടെ ലൈസൻസിൽ ഔദ്യോഗിക പദവി ചേർക്കാറില്ല. എന്നിരിക്കെ ഗണേഷ് കുമാർ ഇത് ചെയ്തത് അധികാര ദുർവിനിയോഗമായി കണക്കാക്കപ്പെടുന്നു. നിലവിൽ അദ്ദേഹം MLA അല്ലാത്ത സാഹചര്യത്തിൽ പഴയ ലൈസൻസിലെ ഈ പദവി നിലനിർത്തുന്നത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഗണേഷ് കുമാറിലെ ലൈസൻസ് റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നിയമോപദേശം തേടിയിട്ടുണ്ട്. വ്യാജമായ വിവരങ്ങൾ നൽകി നേടിയ ലൈസൻസ് റദ്ദാക്കുന്നത് സാധാരണ നടപടിയാണെങ്കിലും ഒരു മുൻ ഗതാഗത മന്ത്രി തന്നെ ഇത്തരമൊരു കുരുക്കിൽപ്പെട്ടത് ഗൗരവകരമാണ്. 2028 ജൂലൈ 10 വരെ കാലാവധിയുള്ള അദ്ദേഹത്തിന്റെ ലൈസൻസ് ഏത് നിമിഷവും റദ്ദാക്കപ്പെടാം. ഇനി വാഹനം ഓടിക്കണമെങ്കിൽ അദ്ദേഹം പുതിയ നിയമങ്ങൾക്കനുസരിച്ച്, അതായത് 30 ചോദ്യങ്ങൾ 30 സെക്കൻഡിൽ പൂർത്തിയാക്കേണ്ട ടെസ്റ്റ് ഉൾപ്പെടെ വീണ്ടും പരീക്ഷ എഴുതി ലൈസൻസ് എടുക്കേണ്ടി വരും. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയോടേറ്റ കനത്ത പരാജയം ഗണേഷ് കുമാറിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തന്റെ തോൽവിക്ക് കാരണം BJP UDF ഡീലാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ടെങ്കിലും സ്വന്തം പാർട്ടിയിലെ, അതായത് കേരള കോൺഗ്രസ് B അതൃപ്തരായ പ്രവർത്തകർ തന്നെ അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്തുവെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. ഗതാഗത മന്ത്രിയായിരുന്ന കാലത്ത് ഡ്രൈവിംഗ് സ്കൂളുകൾക്കും സ്വകാര്യ ബസ് ഉടമകൾക്കും KSRTC ജീവനക്കാർക്കും ഇടയിൽ അദ്ദേഹം ഉണ്ടാക്കിയ എതിർപ്പുകൾ തോൽവിക്ക് ആക്കം കൂട്ടി. ഗണേഷ് കുമാറിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടി സഹപ്രവർത്തകനും മുൻ മന്ത്രിയുമായ ആന്റണി രാജുവിനും നിയമക്കുരുക്കുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. തൊണ്ടി മുതൽ മാറ്റിയതുമായി ബന്ധപ്പെട്ട കേസിൽ ആന്റണി രാജു വിചാരണ നേരിടേണ്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ. ഇത് കേരള കോൺഗ്രസ് B എന്ന പാർട്ടിക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. മാത്രമല്ല, ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പലപ്പോഴും കരിനിഴൽ വീഴ്ത്തിയിട്ടുള്ള ഒന്നാണ് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലെ വിവാദങ്ങൾ. മുൻപ് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് നയിച്ച കുടുംബ പ്രശ്നങ്ങളും സ്ത്രീ വിഷയങ്ങളും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും പത്തനാപുരത്ത് സജീവ ചർച്ചയായിരുന്നു. സ്ത്രീ സുരക്ഷയെക്കുറിച്ചും കുടുംബ മൂല്യങ്ങളെക്കുറിച്ചും വേദിയിൽ സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ തന്നെ വ്യക്തി ജീവിതത്തിലെ പരാതികളും ആരോപണങ്ങളും രാഷ്ട്രീയ എതിരാളികൾ വലിയ ആയുധമാക്കി. സ്വന്തം കുടുംബത്തിനകത്തെ തർക്കങ്ങളും
സഹോദരിയുമായുള്ള സ്വത്ത് തർക്കവും കോടതി കയറിയത് അദ്ദേഹത്തിന്റെ കുടുംബനാഥൻ എന്ന പ്രതിച്ഛായയ്ക്ക് വലിയ രീതിയിൽ മങ്ങലേൽപ്പിച്ചു. സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുൻപ് ഉയർന്നു വന്ന ആരോപണങ്ങൾ വോട്ടർമാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് വനിതാ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ജനപ്രീതിയിൽ ഇടിവുണ്ടാക്കാൻ കാരണമായിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്തൊക്കെയായാലും പൊതുജീവിതത്തിൽ പുലർത്തേണ്ട സുതാര്യതയെയും നിയമവിധേയത്വത്തെയും കുറിച്ച് മറ്റുള്ളവരെ ഉപദേശിക്കുന്നവർ അത് സ്വന്തം ജീവിതത്തിലും പകർത്തുമ്പോഴാണ് അവർ യഥാർത്ഥ നേതാക്കളാകുന്നത്. KB ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ വാക്കുകളിലെ ആവേശവും പ്രവൃത്തിയിലെ നിയമലംഘനങ്ങളും തമ്മിലുള്ള അന്തരം വ്യക്തമാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ സ്വീകരിക്കുന്ന കർശന നടപടികൾ അടിവരയിടുന്നു. അധികാരത്തിലിരിക്കുമ്പോൾ നിയമങ്ങളെ നോക്കുകുത്തിയാക്കിയവർക്ക് കാലം കരുതി വെച്ച കാവ്യനീതിയാവാം ഇപ്പോൾ അദ്ദേഹം നേരിടുന്ന ഈ കുരുക്കുകൾ. ജനാധിപത്യ വ്യവസ്ഥയിൽ പദവികളല്ല, മറിച്ച് നിയമത്തോടുള്ള വിധേയത്വമാണ് വലുതെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.